2010 സൂപ്പർ ഹിറ്റ് ചിത്രം പോക്കിരി രാജയുടെ രണ്ടാം ഭാഗം വരുന്നു. പുലിമുരുകന്റെ ചരിത്ര വിജയത്തിന് ശേഷം നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടവും തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയും സംവിധായകൻ വൈശാഖും വീണ്ടും ഒരുമിക്കുകയാണ്. മമ്മൂട്ടി തന്നെയാണ് നായകൻ. ഇന്ത്യയിലെ തന്നെ മികച്ച സാങ്കേതിക പ്രവർത്തകരും വിഷ്വൽ ഇഫക്ട്സ് ടീമും താരങ്ങളും സഹകരിക്കുന്ന ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി ഒരേ സമയം ചിത്രീകരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. രാജ 2 എന്ന് പേരിരിക്കുന്ന ചിത്രം രാജ എന്ന കഥാപാത്രത്തിന്റെ തുടർച്ചയാണ്. എന്നാൽ പോക്കിരി രാജ എന്ന സിനിമയുടെ തുടർച്ചയല്ല എന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു. പുതിയ ചിത്രത്തിൽ രാജ എന്ന കഥാപാത്രത്തെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കഥയും കഥാപശ്ചാത്തലവും ആഖ്യാന രീതിയും തികച്ചും പുതിയതാണ്. രാജ 2 കൂടുതൽ ചടുലവും കൂടുതൽ സാങ്കേതിക മികവ് നിറഞ്ഞതുമാണ്. പൂർണ്ണമായും 2017 ചിത്രം ആയിരിക്കും ഇതെന്നും വൈശാഖ് കൂട്ടിച്ചേർക്കുന്നു. ചിത്രത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ച് വൈശാഖ് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയരെ, എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഈ പുതുവർഷം എനിക്ക് ഏറെ ആഹ്ലാദകരമാക്കി തന്നത് നിങ്ങളാണ്, നിങ്ങളുടെ പിന്തുണയാണ്. പുലിമുരുകൻ എന്ന എന്റെ ഏറെ നാളത്തെ സ്വപ്നം നിങ്ങൾ ഒരു ആഘോഷമാക്കി മാറ്റിയത് കൊണ്ടാണ് ഈ പുതുവത്സര ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ആയുസ് ലഭിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. മെഗാസ്റ്റാർ മമ്മൂട്ടിയോടൊപ്പം രണ്ടാമതൊരു ചിത്രം ഒരുപാട് നാളായി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. പുലിമുരുകന് ശേഷം ഞാനും നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടവും തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയും ഒന്നിക്കുന്ന അടുത്ത ചിത്രം മമ്മൂക്കയോടൊപ്പമാണെന്ന സന്തോഷം ഏറെ അഭിമാനത്തോടെ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. മമ്മൂക്കയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ഫാമിലി മാസ് എന്റർടൈനർ തന്നെയായിരിക്കും രാജ 2. പോക്കിരി രാജ ഇറങ്ങിയ 2010 ആസ്വാദന രീതിയിൽ നിന്നും 2017 എത്തുമ്പോൾ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാജ 2 പോക്കിരി രാജ എന്ന സിനിമയുടെ തുടർച്ചയല്ല, രാജ എന്ന കഥാപാത്രത്തിന്റെ മാത്രം തുടർച്ചയാണ്. പുതിയ ചിത്രത്തിൽ രാജ എന്ന കഥാപാത്രത്തെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കഥയും കഥാപശ്ചാത്തലവും ആഖ്യാന രീതിയും തികച്ചും പുതിയതാണ്. ഇതൊരു ആഘോഷമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിങ്ങനെ വിശദീകരിക്കുന്ന വൈശാഖിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. ഹൃദയപൂർവ്വം വൈശാഖ്. എല്ലാവർക്കും മലയാളം ക്രിയേഷൻസിന്റെ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്നും ആശംസിക്കുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.